ഹായ് ഗായ്സ്, എല്ലാവർക്കും ആർക്കും മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലുവ YMCA ഹാളിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 34th കേരള സ്റ്റേറ്റ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത്. പെരിയാർ പുഴയാണെന്ന് തോന്നുന്നു, തൊട്ടുപുറകിൽ ഒഴുകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ രാവിലെ തന്നെ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ന് സാറ്റർഡേ ആണ്. നമ്മൾ ഫ്രൈഡേ രാത്രിയോട് കൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജൂലൈ 12, 13 തീയതികളിലായിട്ടാണ് ഇവിടെ 34ാമത് കേരള ബ്ലൈൻഡ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 3ാമത്തെ തവണയാണ് കേട്ടോ വരുന്നത്. ഇവിടെ 3ഓ 4ആം തവണയാണെന്ന് തോന്നുന്നു കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡും ആലുവ ഈ ടീമും സംയുക്തമായി ടൂർണമെൻറ്റ് നടത്തുന്നത്. ഇതാണ് പ്ലേയിങ് ഹോൾ കേട്ടോ. കേരളത്തിൻ്റെ 13 ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള വ്യത്യസ്തകരമായിട്ടുള്ള കളിക്കാർ തമ്മിലാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. ജൂനിയേഴ്സിന് കഴിഞ്ഞ ആഴ്ച നടന്ന സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇങ്ങോട്ടാണ് സെലക്ഷൻ കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും ഓപ്പൺ ആണ് കേട്ടോ, എല്ലാവർക്കും മത്സരിക്കാം. പ്ലെയേഴ്സ് മീറ്റൊക്കെ കഴിഞ്ഞിട്ട് പ്ലെയേഴ്സ് എല്ലാവരും തന്നെ മാച്ചിനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഫസ്റ്റ് റൗണ്ടിന് മുമ്പായിട്ട് തന്നെ ഉദ്ഘാടന സെക്ഷനായിരുന്നു. അങ്ങനെ ഉദ്ഘാടന സെക്ഷനൊക്കെ വളരെ മനോഹരമായി കഴിയുന്നതോടുകൂടി തന്നെ ആദ്യ ദിവസത്തെ ആദ്യ കളികളിലേക്ക് കടക്കും. ഇത് ഇന്ന് 4 റൗണ്ടും 3 റൗണ്ടും അങ്ങനെ 7 റൗണ്ടുകളായിട്ടാണ് ഇവിടെ കളികൾ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉള്ളവരോടുമൊത്ത് നിയമങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ കളിക്കുവാൻ സാധിക്കുന്ന കളിയാണ് കേട്ടോ ചെസ് എന്ന് പറയുന്നത്. ഇവിടെ മത്സരിച്ച് ആദ്യ 15 സ്ഥാനത്ത് എത്തുന്ന ഓപ്പൺ കാറ്റഗറിയിലെ ആളുകൾക്കും ആദ്യ 3 സ്ഥാനത്തെത്തുന്ന ജൂനിയർ കാറ്റഗറിയിലെ ആളുകൾക്കും ആദ്യ 3 സ്ഥാനത്തെത്തുന്ന വിമൻസ് കാറ്റഗറിയിലെ ആളുകൾക്കും കേരളത്തെ പ്രതിനിധീകരിച്ച് സോണൽ ലെവൽ ടൂർണമെൻറ്റിൽ കളിക്കാനുള്ള അർഹത ലഭിക്കും കേട്ടോ. അതായത് ഇതൊരു സെലക്ഷൻ ടൂർണമെൻറ്റാണ്. അതാണ് എല്ലാവരും ഇത്ര വാശിയോടെ കളിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ വിജയികളെ കാത്തിരിക്കുന്ന ട്രോഫികൾ. ഇത് ആദ്യ ദിവസത്തെ അവസാനത്തെ കളിയാണ്. ആദ്യ ദിവസത്തെ 4ാമത്തെ കളിയാണ്. അങ്ങനെ നമ്മൾ അന്നത്തെ കളി കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയുള്ള ജാതികത്തോട്ടം എന്ന് പറയുന്ന വ്യൂബിളായിട്ടുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ വളരെ വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് നേരം കുറേ എൻജോയ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഇവരെല്ലാവർക്കും ഒരു ടീഷർട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. എല്ലാവരും ആ ടീഷർട്ട് ഇട്ടായിരുന്നു കളിക്കാനെത്തിയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ അത്. എല്ലാവരും ഒരേ കളർ ജേഴ്സി അണിഞ്ഞ് വരുമ്പോൾ കാണാനും കളിക്കുമ്പോൾ ഒക്കെ ഒരു നല്ലൊരു മനോഹരത കാണായിരുന്നു. എല്ലാവർക്കും എല്ലാ ഭാഗത്തും നോക്കുമ്പോഴും ഒരേപോലെ കാണുമ്പോൾ അവസാനത്തെ മാച്ചുകൾ എന്നൊക്കെ പറയുന്നത് ചാമ്പ്യൻഷിപ്പിനുള്ള മാച്ചുകളായതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. എല്ലാ ബോർഡുകളും വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ആയപ്പോൾ കണ്ടില്ലേ, നല്ല മഴയാണ്. ഇവിടെ മഴ കൂടി പെയ്യുമ്പോൾ ആകെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അങ്ങനെ 7 റൗണ്ടുകളായി 2 ദിവസം നടന്നിരുന്ന ചെസ് മത്സരം ഇവിടെ അവസാനിച്ചു. സമാപന സമ്മേളനം ആരംഭിച്ചു. ട്രിവാൻഡ്രം സ്വദേശിയായിട്ടുള്ള ബൽറാമൻ സാറാണ് ചാമ്പ്യനായിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശി നൗഷാദ് EP സെക്കൻഡും അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശിയായ ഷൈബൂറ്റി എന്ന് പറയുന്ന വ്യക്തിയാണ് 3ാം സ്ഥാനവും നേടിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ടൂർണമെൻ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.